നിയുക്ത MLA വി മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് 3 പേർ. താങ്കളെ സംബന്ധിച്ചും പേഴ്സണലി വലിയൊരു എക്സ്പീരിയൻസ് ആവും ഇന്നത്തെ ദിവസം. എങ്ങനെ കാണുന്നു? വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലുള്ള അവസരം കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ പിന്തുണച്ച കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര, അതായത് ഇടതുപക്ഷ നിര ദുർബലമായ ഒരു നിയമസഭയാണ് വരാൻ പോകുന്നത്. BJPക്ക് 3 പേരുണ്ട്. നിങ്ങളെല്ലാം എക്സ്പീരിയൻസ്ഡ് കൂടിയാണ്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ സർക്കാരിനെതിരെ കൂടുതൽ വാദമുഖങ്ങൾ ഉന്നയിച്ച് അതിശക്തമായ BJPയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാമോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിലെ 3 പേരുണ്ട്. പ്രതിപക്ഷത്തിൽ CPMലും CPIയിലും ഒക്കെ ധാരാളം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ പരിചയസമ്പന്നതയെ ഞാൻ കുറച്ചു കാണിക്കാനൊന്നും തയ്യാറല്ല. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സർക്കാരിന്റെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സർവാത്മന പിന്തുണ നൽകും. വിയോജിക്കേണ്ട വിഷയങ്ങളിൽ ശക്തമായിട്ട് വിയോജിക്കും. ഒരു കാര്യം കൂടി, താങ്കൾ പാർലമെന്ററി എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ട്, മന്ത്രിയായിരുന്ന പരിചയമുണ്ട്, ഭരണരംഗത്തൊക്കെ പരിചയമുണ്ട്. എങ്കിലും കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിന്റെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉള്ളിലുണ്ടോ? ആകാംക്ഷയുടെ ഒന്നും വിഷയമില്ല. കാരണം പാർലമെന്ററി നടപടികൾ, സഭാ നടപടികൾ എനിക്ക് അപരിചിതമല്ല. 5 വർഷക്കാലം സഭയുടെ നടത്തിപ്പിന്റെ ചുമതല പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി, സഹമന്ത്രി എന്നുള്ള നിലയിൽ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഭാ നടപടികളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളൊരു ആകാംക്ഷയുടെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ നിയമസഭയിലും ചില ചട്ടങ്ങൾ വിട്ടുപോയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ വി മുരളീധരൻ ഉണ്ടാവും. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അങ്ങനെയല്ല, ചട്ടങ്ങളൊക്കെ പഠിക്കണമല്ലോ, എല്ലാവരും പഠിക്കും. വളരെ നന്ദി. എന്തായാലും വി മുരളീധരനും BJP ക്യാമ്പിനും ഇതൊരു വലിയ തുടക്കമാണ്, പുതിയൊരു നീക്കം കൂടിയാണ്. കാരണം കേരള നിയമസഭയിൽ BJP 3 അംഗങ്ങളുമായി കരുത്ത് തെളിയിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ ഇന്ന് സഭയിൽ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള കരുത്തുറ്റ 3 MLAമാരുടെ സാന്നിധ്യമാവും BJPക്കും ഉണ്ടാവുക. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം TG സജിത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.